ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മക്കളും പാടെ കല്യാണത്തിന് പോയിട്ടുണ്ട്. ഇബ്ബാക്ക് ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. കാരണം ഇബ്ബാക്ക് ഷോപ്പിൽ നിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി വന്നു. അടുത്ത് തന്നെ ഉണ്ടോ. അപ്പോൾ ഞാനും മക്കളും അങ്ങനെ പോയി വരാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ വരുമ്പോൾ ഇമ്മി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുന്നൊന്നും പറഞ്ഞിരുന്നില്ല. അവർ കുറേ ദിവസമായിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ അവർ ഞാൻ വരുന്നത് കാണുമ്പോൾ തന്നെ ഇപ്പാക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇമ്മി വന്നിട്ടുണ്ടോ. പിന്നെ ഞാൻ അവർക്കൊക്കെ ഭക്ഷണം എടുത്ത് കൊടുത്തിട്ടോ. അതൊക്കെ കഴിഞ്ഞതാ ഇമ്മി വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഇമ്മിയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. നമുക്ക് എത്ര സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് അവരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അത് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് പിന്നെ ഇല്ല സാധനം തന്നെ ഇരിക്കും, എന്നാലും വേണ്ടില്ല അവർ വരുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെപ്പിമ്മി വന്നിട്ട് തരികയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൽ നിന്ന് ഞാൻ കുറച്ച് പ്ലംസ് എടുത്തിട്ട് മക്കൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കഴുകിയിട്ട് എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും പാടൊക്കെ ഇങ്ങനെ തിന്നുമ്പോഴൊക്കെ നല്ല രസമാണല്ലോ. എന്ത് സാധനം നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിലും അത് കൂട്ടത്തോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്തതിന് ശേഷം പിന്നെന്താ ഞാൻ അവർ വന്നപ്പോൾ കുറച്ച് പൂളോട് നിന്ന് കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രാത്രി എന്നാൽ പൂളി ഇറച്ചി ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും മീൻപാടി ഇരുന്നിട്ട് പൂള ശരിയാക്കാണ്ടോ. അപ്പോൾ ഇപ്പാക്ക് ആരോ കൊടുത്തതാട്ടോ നമ്മുടെ പൂള. അപ്പോൾ ഈ പാടത്തു നിന്നൊക്കെ ലാസ്റ്റ് പറിച്ചിട്ട് ബാക്കി ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ ആ പൂളയുണ്ട്. അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ തൊലിച്ചെടുക്കാനൊക്കെ. ആ മക്കൾ മുറ്റത്ത് കളിക്കണത് കൊണ്ട് തന്നെ ഞാനും ഉമ്മയും മുറ്റത്ത് നിന്നിട്ടാണ് കേട്ടോ നന്നാക്കിയത്. അങ്ങനെ രാത്രി ഇറച്ചിയും പൂളയൊക്കെ ഉണ്ടാക്കി ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വന്ന് മക്കളെ മദ്രസയിലേക്കൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ ചായ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ കുറച്ച് ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഉണ്ടാക്കണമെങ്കിൽ ഈസിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അടുക്കളയ്ക്ക് പോകുമ്പോഴത്തേക്കും പറയും കേട്ടോ കഴിഞ്ഞ് ഇമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ, നമുക്ക് പണി ഇങ്ങനെ എടുക്കുമ്പോൾ അവർക്കൊരു സമാധാനക്കുറവാണ്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും വേഗം കഴിഞ്ഞില്ലേ എന്നില്ല. അപ്പോൾ ഞാൻ പത്തിരിയും കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ വേഗമുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇമ്മാക്ക് ആ ടെൻഷൻ ഒഴിവാകും, എനിക്ക് കുറേ പണിയുള്ളത് വിചാരിച്ചിട്ട് ഇഡലിക്ക് മാവ് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ചട്നിയാണ് ഉണ്ടാക്കുന്നത്, കറി. അപ്പോൾ ഞാൻ പിന്നെ തേങ്ങൻ്റെ കോലുണ്ട്, പൊളിക്കണ കോല്, അതൊക്കെ എടുത്തു വന്നിട്ട് തേങ്ങ പൊളിക്കുകയാണ്. ഫസ്റ്റ് തേങ്ങ പൊളിച്ചപ്പോൾ തന്നെ അത് 2 കഷ്ണമായിട്ടാണ് പൊളിഞ്ഞു കേട്ടോ. എന്തേന്നറിയില്ല, നമ്മളിങ്ങോട്ട് ഒന്നിന് വെച്ച് പ്രസ്സാക്കിയപ്പോഴത്തേക്കും അത് നടുകെ പൊളിഞ്ഞിട്ട് അത് വെള്ളമൊക്കെ പോയിട്ടോ. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു തേങ്ങ എടുത്തിട്ട് പൊളിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാ കണ്ടില്ലേ, വെള്ളം അങ്ങോട്ട് പൊട്ടിപ്പോയി. എൻ്റെ തേങ്ങ അങ്ങനെ ആയിട്ടോ. ഇനി അതിങ്ങനെ അതിന് ചൂന്നെടുത്തിട്ട് മിക്സിയിൽ അരക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് വേഗം നമ്മൾ ചിരവണ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമതൊരു തേങ്ങ എടുത്തിട്ട് അതും കൂടെ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞ് ആ തേങ്ങേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് ചട്നിയും കാര്യങ്ങളും ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇമ്മയും കുറേ ദിവസമായിരുന്നു കേട്ടോ വന്നിട്ട്. ഓരോ കാര്യങ്ങൾ തിരക്കേറ്റ് എനിക്കും അങ്ങോട്ടും പോകാനും പറ്റില്ല, അവരിങ്ങോട്ടും വരാനും പറ്റില്ല കേട്ടോ. ഇപ്പോൾ എപ്പോഴെങ്കിലും സ്കൂട്ടിമ്മയൊക്കെ വന്ന് പോകും എന്നല്ലാതെ ഇപ്പം അങ്ങനെ ഒന്നിച്ച് കുറേ ആയിട്ടോ വന്നിട്ട്. അപ്പോൾ പിന്നെ അവർ വന്നപ്പോൾ 2 ദിവസത്തേക്ക് ഷോപ്പിക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തേക്ക് പോയിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പാണ്ട് ഉമ്മ അവിടെ നിന്നോട്ടെ, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് ഉമ്മാനെ കൂട്ടി പോകാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ ഇവിടെ നിർത്തിയിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പോകാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് നമ്മളെ ദോശമാവ് പുറത്തെടുത്തിട്ടുണ്ടോ. അപ്പോൾ കണ്ടില്ലേ, സൂപ്പർ കേട്ടോ. ഇഡ്ഡലിയാണ് കേട്ടോ, ദോശയല്ല, സോറി. അപ്പോൾ ഇഡ്ഡലി മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇഷ്ടമാണല്ലോ ഭക്ഷണങ്ങളൊക്കെ എന്താ പറയുക റെഡിയാക്കാൻ. ഈ പൊങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു ടെൻഷനാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഇഡ്ഡലി തട്ടാണ് കേട്ടോ വെച്ചത്. ഇതിൽ 6 തട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന് അടർന്ന് കിട്ടും ചെയ്യും. ഒരു 2 ട്രിപ്പ് വെക്കുമ്പോഴത്തേനെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് റെഡിയാവും ചെയ്യും കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോൾ ഞാനിതിൽ ഒരു ട്രിപ്പൊക്കെ ഉള്ളൂ കേട്ടോ വെക്കൽ. പക്ഷേ ഇന്ന് അവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 2 ട്രിപ്പാക്കിയിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൽ ഒന്ന് ഓയിൽ തടവി കൊടുത്തിരുന്നു കേട്ടോ. എന്നാൽ അത് ഈസി ആയിട്ടൊന്ന് ചൂടാറിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഇതിൽ ഞാൻ വെച്ച് കൊടുക്കില്ല, കാരണം ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ച് വരുമ്പോൾ അതിലേക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റത്തെ ഇങ്ങനെ ഫ്രീ ആക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായില്ല തട്ടുകളിലാണ് കേട്ടോ മാവ് നിറയ്ക്കൽ. അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അത്
ആവി വെക്കാൻ കയറ്റി. അപ്പോഴത്തേക്കും ഞാൻ ചട്നിയൊക്കെ റെഡിയാക്കി ചായയും റെഡിയാക്കി അതൊക്കെ മേശം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങോട്ട് ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതും കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം ഒരുക്കുകയാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളിലതുകൊണ്ട് സ്കൂൾക്കുള്ള ലഞ്ചും റെഡിയാക്കണം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ ഓരോ കാര്യങ്ങൾ എടുക്കാൻ. അങ്ങനെ എന്താ ഇഡ്ഡലി ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും പിന്നെ നമ്മൾ സ്റ്റീൽ തട്ട് ആയതുകൊണ്ട് തന്നെ വേഗം വേഗം കിട്ടിപ്പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ പണികൾ ഒരുക്കാൻ കഴിയും കേട്ടോ. പിന്നെ ഇതേപോലെ ഒരുപാട് തട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേഗം ചെയ്യാം. കാരണം 2 എണ്ണം തട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വെന്ത് പിന്നെ അടുത്തത് വെച്ച് അങ്ങനെ ആകുമ്പോഴത്തേക്കും ടൈമൊക്കെ ഇങ്ങനെ പോകും കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഉണ്ട് അലുമിനിയത്തിൻ്റെ. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ ഈസിയായി തുടങ്ങിയതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. പിന്നെ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് അങ്ങനെ ഇട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുറ്റടിക്കുകയാണ്. കാരണം മഴ ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെയിലറിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ മുറ്റടിക്കാൻ പോയിട്ടോ. ഈ തെങ്ങിൻ്റെ പൂ ചാടുന്നതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിപ്പോരാൻ ഇത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ വെയിലറിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചോരിയിട്ട് ആ ഭാഗം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ വെയിൽ ഏത് സമയത്താണ് നോക്കിയിട്ടാണ് കേട്ടോ മുറ്റടിക്കൽ. ഇപ്പോൾ കാര്യമായിട്ട് മുറ്റടിക്കണീന്ന് ഇന്ന സമയമൊന്നുമില്ല കേട്ടോ. വെയിൽ അറിക്കുമ്പോൾ നമ്മൾ വേഗം മുറ്റടിക്കും. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് വന്നിട്ട് പിന്നെ മക്കൾ മദ്രസ വിട്ട് വരാനായി. അപ്പോൾ അവർക്കിനി ലഞ്ച് ഒരുക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. അതാണ് കേട്ടോ ഇത്ര സാവകാശത്തിൽ നിൽക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനത് മുന്നത്തെ വീഡിയോയിൽ അത് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഷെയർ ആക്കി തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒറ്റ വിസിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ചോറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കൊണ്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കിയതുകൊണ്ട് ഇതിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. സൂപ്പർ റൈസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാതും സൂപ്പർ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ടേസ്റ്റ് ഉള്ളത് കാര്യം മാത്രമാണ് കേട്ടോ നിങ്ങളോടും ഷെയർ ആക്കി തരുന്നത്. അപ്പോൾ ആ ചോറവിടെ റെഡിയായി. പിന്നെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ അതൊക്കെ ആക്കി കൊടുത്തിട്ട് അവരെ ഓരോരുത്തരായിട്ട് സ്കൂളിലേക്ക് അങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം പോകുന്നവർക്ക് ആദ്യമാക്കി കൊടുക്കും. പിന്നെ അങ്ങനെ കേട്ടോ ലാസ്റ്റ് ഇബ്ബ ഷോപ്പിലേക്കും പോയിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് നിന്നിട്ട് നമ്മളെ ക്ലീനിങ്ങിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പാത്രങ്ങളുണ്ട്. രാവിലെ മുതലേ ഉള്ള പാത്രങ്ങളൊക്കെ ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്നി അരച്ച മിക്സിയും ദോശമാവ് പാത്രങ്ങൾ എല്ലാതും ഉണ്ട്. അപ്പോൾ അതൊക്കെ വേഗം തന്നെ കഴുകി വെച്ചിട്ട് പിന്നെ അടുക്കള ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ആ റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്കൊരു ചിക്കൻ്റെ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ സിങ്കും കാര്യങ്ങളും ഒക്കെ പിന്നെ ആ കറീൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കാൻ നിന്നത്. ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമാധാനമാണ്. അടുക്കളയിൽ നിന്ന് നമ്മൾ ഈ സിങ്കിൽ ഇങ്ങനെ പാത്രം കാണുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ടെൻഷൻ കൂടി വരും. ഇത് കഴിയണ്ടേന്നില്ല കേട്ടോ. പക്ഷേ ഈ പാത്രം കഴുകലാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 90% നമ്മളെ പണി തീർത്ത പോലെ തന്നെ കേട്ടോ തോന്നൽ. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ പിന്നെ അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച നമ്മുടെ ക്യാപ്സിക്കം തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് ഞാൻ മറ്റൊരടുപ്പത്ത് ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മളെ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം കുറച്ച് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം മസാല ഒന്നിങ്ങോട്ട് മൂത്ത് വരട്ടെ. നമ്മളെ ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ലോണം നമ്മുടെ കുറുകിയ കറിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു കറി ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ആ റൈസ് ഉണ്ടോട് ഒപ്പം കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ടേസ്റ്റ്. ഇങ്ങനത്തെ നല്ല നമ്മൾ എന്താ പറയുക ലൂസായിട്ട് കറി ഒഴിച്ച് കഴിക്കുന്ന റൈസ് അല്ല കേട്ടോ. അത് അതിനൊരു സൈഡ് ഡിഷായിട്ടൊരു ചിക്കൻ്റെ എന്തെങ്കിലും ഒരു വിഭവം അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഈ മസാലയൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഈ മസാലയൊക്കെ ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ട് ആ ചിക്കനും കൂടി ഇതിൽ പിടിക്കാൻ വേണ്ടുള്ള വെള്ളം കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് നല്ലോണം തിളച്ച് വരട്ടെ. ആ സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലോണം ഫ്രൈ ആയി ക്രീമി ആയ രീതിയിലാണ് കേട്ടോ ഈ ഗ്രേവി വേണ്ടത്. അപ്പോൾ നല്ലോണം ഇങ്ങനെ തിളച്ച് വരട്ടെ. അതുവരെ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണ്ടോ, നല്ലോണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അരമണിക്കൂറൊക്കെ ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അവിടെ ചിക്കൻ കറി അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സിങ്കും കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ ബർണറൊക്കെ ഒന്ന് ശരിയാക്കാൻ കേട്ടോ. അതും വേഗം തന്നെ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റൈസ് ഉണ്ടാക്കാൻ കാരണം ഇമ്മേൻ്റെ ഒപ്പം കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇമ്മ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇമ്മാക്ക് നമ്മൾ കൂടെ ചെന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ വേഗം തന്നെ പണികളൊക്കെ ഒരുക്കിയിട്ട് പിന്നെ ഞാനും കുറേ സമയം അങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ കഴിയുമ്പോൾ, കാരണം പെട്ടെന്ന് പണിയൊരുക്കിയാൽ നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ, ഒരുപാട് ടൈമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.